ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുഡിൻ്റെയാണ്. അപ്പോൾ ഇത് ലൊക്കേഷൻ വന്നിട്ട് പൂന്നാരം സ്റ്റേഷൻ്റെ അടുത്താണ്. ഞാൻ നേരത്തെ ഇവിടെ കയറിയിട്ടുണ്ട്. ഇത് റിനോവേറ്റ് ചെയ്തിട്ട് പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ പ്ലേറ്റാണ് ഫുള്ളും പൂക്കളൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻ്റായി തോന്നി. പിന്നെ അവിടുത്തെ ഗ്ലാസ് കണ്ടു കേട്ടോ. സഞ്ജീവ് കപൂർ സംഭവം ആളൊരു ഷെഫാണ്. നിങ്ങൾ ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും നോക്കിയപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗ്ലാസ് ഇങ്ങനത്തേക്ക് കാണുന്നത്. അപ്പോൾ പെരി പെരി അൽഫാം വിത്ത് മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളിയുടെ ചട്നി, അത് കുറച്ച് നല്ലോണം വെള്ളമായി തോന്നുന്നു. നല്ല ഭയങ്കര ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സാലഡിന് വേണ്ടിയിട്ട് ക്യാബേജും കുക്കുംബറുമാണ്. പിന്നെ മയോണൈസ് എനിക്ക് കുറച്ചും കൂടി ക്രീമി ആകാമെന്ന് തോന്നി. കുറച്ച് ലിക്വിഡ് പോലെ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പുതിനയുടെ ആണ്, അതും കുറച്ച് വെള്ളം പോലെ തോന്നി. ചട്നി കുറച്ചും കൂടി ഹാർഡായി, മീൻസ് ലൈറ്റായിട്ടൊന്നും ഹാർഡായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായി. ഇത് കുറച്ച് വെള്ളം പോലെയൊക്കെ തോന്നി. ഇനിയിപ്പോൾ കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്താണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം കുറച്ച് മയോണൈസ് എടുത്തു. പിന്നെ വന്നിട്ട് പുതിന ചട്നി, പിന്നെ തക്കാളിയുടെ ചട്നി. എന്നിട്ട് നമുക്കിതൊരു മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അൽഫാം നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം ചിക്കന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിലയിടൊക്കെ പോയി കഴിഞ്ഞാൽ ഹാർഡൊക്കെ ആയിരിക്കും കിട്ടാറുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിച്ചു. ഓവറോൾ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ചട്നീൻ്റെ മാത്രം കുറച്ചും കൂടി ലിക്വിഡിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പെരി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല എരിവൊക്കെ തരുന്നുണ്ട്. ചിലവിടെ പെരി പറഞ്ഞു വെച്ചാൽ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇവിടെ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ബൈ.